ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ മുടിയില്ലാതെ വിഷമിച്ചിരുന്ന ആ ഒരു സമയത്ത് എന്നെ സഹായിച്ചിട്ടുള്ള എന്റെ ഹെയർ ഗ്രോത്തിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ളൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ഏതൊരു ഹെയർ പാക്ക് എന്റെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് ഞാൻ മിസ് ചെയ്യേയില്ല. കാരണം അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും എത്ര മുടി ഇല്ലാത്ത ആൾക്കാർക്കും മുടി വളർത്തിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ്. അത് മാത്രമല്ല, ഈ ഒരു ഹെയർ പാക്ക് കൊണ്ട് മാത്രം നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല, അതിന് തക്കതായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓയിലും കൂടി നമ്മുടെ മുടിക്ക് വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഹെയർ ഓയിലും ഹെയർ പാക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത് ജേർണിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിലെ ഹെയർ പാക്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓയിലും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അത് കാരണം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇനി നമ്മൾ വീഡിയോയിലോട്ട് കടക്കാം. അതിനേക്കാളും മുൻപായിട്ട് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാനും മുഴുവനായിട്ടുള്ള വീഡിയോ അപ്പം തന്നെ കാണാനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് ഒരുപാട് സംസാരിച്ച സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. ഇനി നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഹെയർ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേയില വെള്ളം ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ തേയില നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ തേയില ഇലയായിട്ടാണ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പിടി ഇല എടുക്കുന്നതായിരിക്കും ദി ബെസ്റ്റ്. എല്ലാവർക്കും ഇല അവൈലബിൾ ആയിട്ട് വരില്ല. സോ ഞാനിവിടെ തേയില പൊടിയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ AVTയുടെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേയില പൊടിയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ തേയില ഞാൻ ആദ്യമേ തന്നെ എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സെയിം ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഉലുവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മുടെ തേയില വെള്ളം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തേയില എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ തേയില. നമുക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ലോസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തേയില വെള്ളം നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെവി ആയിട്ടുള്ള ഹെയർ ലോസ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കാരണം നമ്മുടെ തേയിലയിൽ ടാനിൻ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടാനിൻ നമ്മുടെ മുടിവേരുണ്ടല്ലോ, നമ്മുടെ മുടിവേരുകളെ നശിപ്പിക്കാൻ വരുന്ന ബാക്ടീരിയ ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, അങ്ങനെ ബാക്ടീരിയ ഇല്ലാതാവുമ്പോൾ നമ്മുടെ മുടിവേര് നന്നായിട്ട് സ്ട്രോങ് ആവും. അതുവഴി നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ തേയില. അതേപോലെ തന്നെ നമ്മുടെ ഉലുവയും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉലുവ നമ്മൾ കുതിർത്തെടുത്ത് അരയ്ക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നല്ലതാണ്. കാരണം ഉലുവ ഇത്തിരി കഴുകിക്കളയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അത് നല്ലതായിരിക്കും. നമുക്ക് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ നമ്മുടെ ഉലുവയുടെ ഗുണങ്ങൾ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 2 ഗ്ലാസ് ആണ്. 4 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും 4 ടേബിൾ സ്പൂൺ ഉലുവയും അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നമ്മളിത് വെട്ടി തിളപ്പിക്കണം കേട്ടോ. അതായത് നമ്മുടെ ഈ 2 ഗ്ലാസ് വെള്ളം എന്നുള്ളത് നന്നായിട്ട് ചുക്കി ചുരുങ്ങി 1 ഗ്ലാസ്സായി മാറുന്നത് വരയ്ക്കും നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തിളപ്പിക്കുമ്പോഴാണ് നമ്മുടെ തേയിലയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഉലുവയുടെയും ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് വെള്ളം നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് ആവണം. അതുവരെയ്ക്കും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കേട്ടോ. ഒരു 7 മിനിറ്റ് നല്ലതുപോലെ വെട്ടി തിളപ്പിക്കുക. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫിൽറ്റർ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതിക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മുടെ തേയിലയിൽ നമ്മുടെ വെള്ളം നന്നായിട്ട് തങ്ങി നിൽക്കും. സോ നമ്മൾ നല്ല രീതിക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പൊ നല്ലൊരു ഡാർക്ക് ഷെയ്ഡായി മാറിയിട്ടുണ്ട് നമ്മുടെ തേയില വെള്ളം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചെമ്പരത്തി ഇലയും പൂവും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ പൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല മാത്രമായിട്ട് എടുത്താലും മതി. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി ഒരു നാച്ചുറൽ ഷാമ്പൂവും കൂടിയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ചെമ്പരത്തി യൂസ് ചെയ്തിട്ടുള്ള പാക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ കെയറിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കാരണം ഒറ്റ ഹെയർ വാഷിൽ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് മുടിയിൽ കണ്ടറിയാനായിട്ട് സാധിക്കും. അത്രയ്ക്കും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചെമ്പരത്തി.
അപ്പോൾ ഇവിടെ ഞാൻ ചെമ്പരത്തി ഒരു 20 ഇലയോളം എടുത്തിട്ടുണ്ട്. ഇതും നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ചെമ്പരത്തിയുടെ ഇല നല്ലതുപോലെ നമ്മൾ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം അതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, പൊടിയും അങ്ങനെ പാറ്റകളൊക്കെ ഉണ്ടാവും. അത് കാരണം തന്നെ നല്ല രീതിക്ക് വാഷ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കാനായിട്ട് നമ്മൾ വെള്ളത്തിന് പകരം നമ്മുടെ തേയില വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരിക്കലും നമ്മൾ വെള്ളം ചേർത്ത് നമ്മുടെ ചെമ്പരത്തി ഇല അരച്ചെടുക്കാനേ പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം കിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മുടെ തേയില വെള്ളം യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ചെടുക്കാനായിട്ട് നമ്മുടെ തേയില വെള്ളം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഒഴിക്കണ്ട. കാരണം നമ്മൾ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇല നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഒരു അളവിന് തേയില വെള്ളം യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേയില വെള്ളം ബാലൻസ് എന്തായാലും ഉണ്ടാവും, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതായത് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ നല്ല കട്ടിയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണതിനേക്കാളും ലിക്വിഡായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അത് പെനിട്രേറ്റ് ആവുള്ളൂ. അത് കാരണം തന്നെ തേയില നമ്മൾ ഒരു കട്ടിക്കൊന്നും വേണ്ട, നല്ലതുപോലെ നമ്മുടെ തേയില വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു വാട്ടർ ഫോമിൽ ആക്കി നമ്മുടെ തേയില വെള്ളം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാം. കൂടുതലായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കാരണം തന്നെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ സ്പൂണിനേക്കാളും നല്ലത് നമ്മുടെ കൈ തന്നെയാണ്. അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്കാണ് അവസാനം നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡായിട്ടുള്ള ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഹെയർ പാക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഒരിക്കലും കട്ടിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അത് കാരണം തന്നെ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഹെയർ പാക്ക് ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോയി കാണാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് വീക്ക്ലി 3 ടൈംസ് അല്ലെങ്കിൽ 4 ടൈംസ് വരെ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ വീക്ക്ലി ആദ്യത്തെ തവണ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും നല്ലതുപോലെ ഒരു ഓയിൽ മസാജ് കൊടുക്കുക. അപ്പോൾ ഓയിൽ മസാജ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. പ്ലെയിൻ ആയിട്ടുള്ള ഓയിൽ എടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് കാച്ചെണ്ണയോ അങ്ങനെയുള്ള ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഹോട്ട് ഓയിൽ നമ്മുടെ മുടിക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഹോട്ട് ഓയിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും മുൻപ് നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ പോഴ്സ് ഉണ്ടല്ലോ, അത് ഓപ്പൺ ആവും. അപ്പോൾ അതുവഴി നമ്മുടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഓയിലും അതേപോലെ തന്നെ നമ്മുടെ ഹെയർ പാക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ആവും. അത് നമുക്ക് നല്ലൊരു റിസൾട്ട് തരും. അപ്പോൾ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്ന അത് കാണിക്കുന്നില്ല, ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചത് കാരണമാണ്. അപ്പോൾ നല്ല രീതിക്ക് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് വകച്ചിലെടുത്ത് നമ്മുടെ സ്കാൽപ്പ് മുഴുവനായിട്ട് നല്ലതുപോലെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ സ്കാൽപ്പ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് വഴിയാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് വരിക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നല്ലതുപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാലൻസ് ഉള്ളത് നമ്മുടെ മുടിയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സ്കാൽപ്പിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് തന്നെ. അതിനുശേഷം നമ്മൾ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്ക് സൈഡും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നെറ്റിയുടെ ഭാഗങ്ങളിൽ അങ്ങനെ മുഴുവനായിട്ടും ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ആവുന്ന രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഒരു 20 മിനിറ്റ് നേരം മാത്രം നമ്മുടെ മുടിയിൽ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്കൊരു മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ വീക്ക്ലി ഒരു 3 അല്ലെങ്കിൽ 4 ടൈംസ് ഞാൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ തവണ മാത്രം നമ്മൾ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കാരണം ഒരു മൈൽഡ് ഷാമ്പൂ വെച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയണം. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ട് ഷാമ്പൂ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്ലെയിൻ വാട്ടറിൽ തന്നെ നമുക്ക് കഴുകി കളഞ്ഞാൽ മതി. ഇപ്പം ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഷാമ്പൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഡീപ്പ് ഓയിലിംഗ് ചെയ്തത് കാരണം ജസ്റ്റ് ഒന്ന് ഷാമ്പൂ വാഷ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നല്ലത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്ലെയിൻ വാട്ടറിൽ തന്നെ നമുക്ക് മുടി കഴുകിക്കളയാവുന്നതാണ്. ആ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ മുടിയിലൊന്ന് തൊട്ട് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ഈ ഒരു ഹെയർ പാക്ക്
യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വിശ്വസിക്കാവുന്നതിലപ്പുറമുള്ള റിസൾട്ട് തരാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഒരു തവണ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും, നമ്മുടെ മുടിയിൽ അറിയാനായിട്ട് സാധിക്കും. അത്രയ്ക്കും ഒരു നല്ലൊരു ഹെയർ പാക്കാണ്. അപ്പം നിങ്ങൾ ഏതൊരു ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല മാറ്റം ഉണ്ടാവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നേരം മാത്രം ഞാൻ മുടിയിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ റെഗുലറായിട്ട് നിങ്ങൾ ചെയ്യൂ, നല്ല മാറ്റം തന്നെ ഉണ്ടാവാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.